ജൂബീസ് ഫ്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മളൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പുൾമി അപ്പ് കേക്കാണ്. ഇത് വളരെ ജ്യൂസി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ നോക്കാം. മൈദ 200 ഗ്രാം, 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തു. ഇനി നമ്മൾ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കൊക്കോ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഈ പുൾമി അപ്പ് കേക്ക് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് സാധനങ്ങളൊന്നും ഇല്ല, ഇതൊക്കെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മാത്രം മതി. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് 200 ഗ്രാം അളവിൽ ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കാം. അതോടൊപ്പം ഞാൻ അപ്പുറത്തെ ജാറിൽ ഒരു 200 ഗ്രാം അളവിൽ ബട്ടർ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്, ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര പൊടിയായി കിട്ടിയിട്ടുണ്ട്. ആ ബട്ടറിൻ്റെ കൂടെ ഞാനതൊന്ന് ചേർത്ത് കൊടുത്ത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പുൾമി അപ്പ് കേക്കിൻ്റെ ക്രീമിൻ്റെ റെസിപ്പി, ക്രീം നമുക്ക് വിപ്പ് ചെയ്യാൻ അറിയണമെന്നോ അല്ലെങ്കിൽ അത് എന്താ പറയുക ഡിസൈൻ ചെയ്യാൻ അറിയണമെന്നോ അങ്ങനെയൊന്നും ഒരു നിർബന്ധം ഇല്ലാത്തൊരു കേക്കാണ് വിപ്പ്. ഇനി നമ്മളൊരു 3/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 100 ഗ്രാം അളവ് മതിയേ. ഇനി 3 മുട്ടയും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഇങ്ങനത്തെ മിക്സി തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് സാധാരണ നമ്മൾ മിക്സിയുടെ ജാറില്ലേ അതിലിട്ടുണ്ടാക്കിയാലും മതി, നല്ല കറക്റ്റായിട്ട് കിട്ടും. അതിലിട്ടുണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ മുട്ട ഒന്ന് പതിപ്പിച്ചെടുക്കണേ. അത് കഴിഞ്ഞ് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കിയാൽ മതി. ഇനി ബട്ടറില്ല ഓയിൽ മാത്രം ചേർക്കുന്നെങ്കിൽ അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് വെച്ചു. ഇത് നമ്മൾ ഈ ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ലൂസായിട്ട് കട്ടിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ 1 സ്പൂൺ പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് ഇത് ഞാൻ 4ആയിട്ട് പകർത്തി വെച്ചിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ വിനാഗിരിയും 1 ടീസ്പൂൺ പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഗ്ലാസ്സിൽ. ഇനി അത് നമ്മൾ ട്രേയിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഒരു കേക്ക് നമ്മൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് നല്ലതുപോലെ ആ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. വിപ്പിംഗ് ക്രീം അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തണുത്ത ജാറായിരിക്കണം. ഫ്രീസറിൽ 2-3 മണിക്കൂർ വെച്ചതിന് ശേഷം എടുക്കണം മിക്സിയുടെ ജാറ്. പിന്നെ അതൊന്ന് അടിച്ചെടുക്കാം. അതുപോലെ നിങ്ങൾ വിസ്ക് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ വിസ്കും പാത്രവും നല്ലതുപോലെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിരിക്കണം. ഓക്കെ. ഇനി കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ക്രീം നമുക്ക് തയ്യാറാക്കാം. അതിന് 1 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമും നമുക്കൊന്ന് ഡബിൾ ബോയിലിംഗ് അല്ല ചെയ്യുന്നത്, നമ്മൾ നേരെ തീ തന്നെ വയ്ക്കുന്നത്, പക്ഷേ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം. തീ കുറച്ച് വെച്ച് നമ്മൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കിയെടുത്ത് അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 നുള്ളി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി 250 ഗ്രാം ചോക്ലേറ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഡാർക്ക് കമ്പൗണ്ട് ചോക്ലേറ്റ് 250 ഗ്രാം നമുക്ക് ചേർത്ത് കൊടുക്കാം. അടിക്ക് പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ തീ വളരെ കുറച്ച് വെച്ചാൽ മതി. ഒന്ന് ചൂടായി കഴിയുമ്പോൾ നിർത്തിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ചോക്ലേറ്റ് തന്നെ ഇരുന്ന് അലിഞ്ഞോളും. ആദ്യം കാണുന്നത് നമ്മുടെ ക്രീം ചീസാണ്. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ഇപ്പോൾ ഉണ്ടാക്കിയതും. ഇത് നമ്മൾ 2 ഫില്ലിംഗ് ബാഗിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കേക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഇപ്പം ഞാൻ എല്ലാത്തിലും ഫോർക്ക് വെച്ച് എല്ലാ കേക്കുകളും ഫോർക്ക് വെച്ചൊന്ന് കുത്തുന്നുണ്ട്. ഇതിലേക്കാണ് നമുക്ക് ഷുഗർ സിറപ്പ് വേണമെങ്കിൽ ഒഴിക്കാവുന്നതാണ്. ഇതിൻ്റെ ഷുഗർ സിറപ്പ് ഒഴിച്ചാണെങ്കിൽ ഇതുണ്ടാക്കാം. ക്രീം ചീസിൻ്റെ കൂടെ നമ്മൾ വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കിയതാണ് നമ്മൾ ഫില്ലിങ്ങിൽ ഒഴിക്കുന്നത്. ഷുഗർ സിറപ്പിന് പകരം ഒഴിക്കുന്നത്. ഇങ്ങനെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും, നല്ലതുപോലെ സോക്കായിരിക്കും. ഇത് ഇഷ്ടമല്ല ഷുഗർ സിറപ്പ് ഒഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം നല്ല രീതിയിൽ.
എല്ലാത്തിലും ഒന്ന് ഒഴിച്ചിട്ട് പിന്നെ നമുക്കൊന്ന് മറിച്ച് അടുത്തതിൽ തിരിച്ചും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ആദ്യം ക്രീം ചീസിൻ്റെ ഫില്ലിങ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇനി വിപ്പിംഗ് ക്രീമും കൂടെ നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് തേക്കാം. നമ്മൾ സിറപ്പ് ഒഴിച്ചു കൊടുത്ത ഭാഗമാണ് ഇപ്പോൾ കേക്ക് തിരിച്ച് വെച്ച് കൊടുത്തത്. ഇനി വീണ്ടും അതുപോലെ തന്നെ ഫോർക്ക് വെച്ച് കുത്തി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. സെയിം പ്രോസസ്സ് പിന്നെയും തുടങ്ങാം. ഈ സിറപ്പിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഇതൊരു 1/4 ഗ്ലാസ് പാലും 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ ഗനാഷ് ചോക്ലേറ്റിൻ്റെ, അത് 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയെടുത്ത് നല്ല ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കണം. അതാണ് നമ്മളിത് കേക്കിൽ സോക്ക് ചെയ്യാനായിട്ട് ഒഴിക്കുന്നത്. നമ്മുടെ കേക്കിൻ്റെ പുറത്ത് വിപ്പിംഗ് ക്രീം മൊത്തം തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു കൂട് നമ്മുടെ വീട്ടിൽ കാണും, അരിയൊക്കെ മേടിക്കുന്ന കൂട്. ആ കൂട് വെച്ച് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. ഇത് വീട്ടിലിരിക്കുന്ന ആർക്കും ഉണ്ടാക്കാൻ നോക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത്. നമ്മൾ പുറത്ത് പോയി ഇതുപോലത്തെ കൂട് വാങ്ങിക്കുകയോ അങ്ങനെ ഒന്നും വേണ്ട. സാധാരണ ഒരു കൂട് നല്ലതുപോലെ വൃത്തിയായി കഴുകിയെടുത്താൽ മതി. ഇതുപോലെ സെലോ ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇതാണ് നമ്മുടെ പുൾമി അപ്പ് കേക്കിൻ്റെ മെയിൻ ഭാഗം. ഇനി നമുക്ക് ഉണ്ടാക്കി വച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലായിടത്തോട്ട് ഇതുപോലെ ഒഴുകി മേലിൽ തന്നെ തങ്ങി നിൽക്കും. മുകളിലോട്ട് ഡെക്കറേഷനായിട്ട് നമ്മൾ ഒരു ബദാം ഉണ്ട് വച്ചിരിക്കുന്നത്. നമ്മുടെ ഏതെങ്കിലും കുറച്ച് ചെറിയ ചെറിയ ചോക്ലേറ്റ്സോ സ്പ്രിങ്കിൾസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇടാവുന്നതാണ്. ഇനി നമ്മളിത് പതിയൊക്കെ പുൾമി അപ്പ് കേക്കാണ്ട് പുൾ ചെയ്താൽ മതി. ചോക്ലേറ്റ് ഇങ്ങനെ ഒഴുകും അതിൻ്റെ മുകളിലൂടെ. ഇതാ കേക്ക് നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇതെല്ലാം ഒഴുകുന്നതുകൊണ്ട് സൈഡിലോട്ട് തന്നെ മുഴുവൻ ഒഴുകിക്കോളും. അത് കറക്റ്റായിട്ട് എല്ലാം ഒഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം.
അങ്ങനെ നമ്മൾ കേക്ക് മുറിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമാണ്. ഡിസൈനൊന്നും ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. എല്ലാവർക്കും ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.